നമ്മുടെയൊക്കെ 90s സൗത്ത് ഇന്ത്യ, അതായത് മലയാളികളുടെ അടക്കം ആഘോഷിച്ച ഒരു താരമായിരുന്നു ആക്ഷൻ കിങ് അർജുൻ. പക്ഷേ കാലം മാറി, കഥകൾ മാറി, പടങ്ങൾ മാറി, നമ്മുടെയൊക്കെ ടേസ്റ്റ് മാറി. എവിടെയോ വെച്ച് അർജുൻ പടങ്ങളൊക്കെ അങ്ങ് ഫെയ്ഡ് ഔട്ടായി പോയി. പക്ഷെ മൂപ്പർക്ക് പറ്റിയൊരു കഥയുണ്ടെങ്കിൽ ഈ 63-ാം വയസ്സിലും പുള്ളിക്ക് ഒരു മാറ്റവും തെളിയിക്കുന്ന പടമാണ് ബ്ലാസ്റ്റ്. ഞാൻ ഇന്നാണ് സിനിമ കാണുന്നത്. ഒരു മലയാളം പടം കാണാൻ വേണ്ടി പോയതാണ്. തിങ്കളാഴ്ച ഫസ്റ്റ് ഷോ ആയതുകൊണ്ടായിരിക്കും, ആളില്ലാത്തതുകൊണ്ട് മലയാള സിനിമയുടെ ഷോ ക്യാൻസലായി. പക്ഷേ ബ്ലാസ്റ്റിന് ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ കയറി ഹിറ്റ് അടിച്ച പടമാണ്. പക്ഷേ ഇത് നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതൽ തിയേറ്ററിലേക്ക് സിനിമ വന്നിട്ടുണ്ട്. ഒരു പക്ക തമിഴ് സ്റ്റൈൽ ഫാമിലി ഇമോഷണൽ ആക്ഷൻ ത്രില്ലറാണ് ഈ പടം. ദൃശ്യം സിനിമയുടെ കഥയൊക്കെ ആയിട്ട് കുറച്ച് സാമ്യമുണ്ട്. പക്ഷേ ഇവിടെ അർജുൻ്റെ കഥാപാത്രമാണെങ്കിൽ ജോർജ് കുട്ടി പ്രോ മാക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പടത്തിൻ്റെ ഒരു ചെറിയ ഐഡിയ, ഒരു സ്പോയിലർ ഇല്ലാതെ പറയാൻ നോക്കാം. അർജുൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രാജാരാമൻ എന്നാണ്. ഒരു സാധാരണ കരാട്ടക്കാരൻ മാസ്റ്ററാണ്. ഭാര്യ നീലവേണി, അഭിരാമിയുടെ ക്യാരക്ടർ. പിന്നെ അവരുടെ മകൾ നിള, പ്രീതി മോഹനാണ് ആ ക്യാരക്ടർ അത് ചെയ്തിരിക്കുന്നത്. അച്ഛനെ പോലെ അമ്മയും മോളും ഒക്കെ കരാട്ടെ പുലികളാണ്. നിളയുടെ ചെറുപ്പം മുതലാണ് കഥ സിനിമ കാണിച്ചു തുടങ്ങുന്നത്. അർജുനെയൊക്കെ കാണിക്കുന്ന ഫസ്റ്റ് സീന് BGM കൊണ്ടൊക്കെ ഒരു നല്ല ഹൈ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ആക്ഷൻ കിങ് എന്ന ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ അർജുൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് കാണുമ്പോഴത്തേന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പഴയ ആക്ഷൻ പടത്തിലെ ആ ലുക്ക് ഫീൽ ചെയ്യും. മറ്റേ ജെന്റിൽമാൻ മുതൽവൻ ആ സ്റ്റൈലിലേക്ക് നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും പുള്ളി യങ്ങാണ് ഈ പടത്തിലെ ഫ്രെയിമുകളിലൊക്കെ. ദൃശ്യം പോലെ തന്നെ ആദ്യം കാണുമ്പോൾ ഒരു പാവം ഫാമിലിയാണ് ഇവരുടെ മെയിൻ പരിപാടി. രാജാരാമനും മകൾ നിളയും തമ്മിലുള്ള ബന്ധം, അതായത് ബോണ്ടിങ് ആണ് സിനിമയുടെ ഇമോഷണൽ കോർ. ഒരു അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസും ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെയാണ് സിനിമയുടെ മുന്നിലേക്കുള്ള പല സംഭവങ്ങളെയും കണക്ട് ചെയ്യുന്നത്. ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കണം, എക്കാലത്തും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവില്ല എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗിലുണ്ട് പടത്തിൻ്റെ മുഴുവൻ സ്റ്റോറിയും. നല്ല കണക്റ്റഡായ ഒരു തിരക്കഥയാണ്. പല ആളുകളും ഒരിക്കൽ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഏതെങ്കിലും ഇൻസിഡൻറ്റുമായിട്ടൊരു കണക്ഷൻ കാണും. ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കോർപ്പറേറ്റ് വില്ലൻ ഇടിച്ചു കയറി വരുന്നതോടെ കാര്യങ്ങൾ മൊത്തം തകിടം മറിയുന്നതാണ് സിനിമയുടെ ഒരു കോൺഫ്ലിക്റ്റ് പോയിന്റ്. പിന്നെ അങ്ങോട്ട് ഇടിയുടെ പൊടി പൂരമാണ്. പുതുമുഖ സംവിധായകനായ സുഭാഷ് കെ രാജാണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ അത് അർജുൻ്റെ ആ സ്ക്രീൻ പ്രസൻസും തീ പാറുന്ന ആക്ഷൻ സീക്വൻസുമാണ്. ഒരു 25-കാരൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് അയാളുടെ ഓരോ ഫൈറ്റിലും. പിന്നെ KGF, സലാർ സിനിമകളിലൂടെ നമ്മളെ പിടിച്ചിരുത്തിയ രവി ബസൂറിൻ്റെ BGM അത് പടത്തിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആദ്യം മുതലേ ഉള്ള BGM ആക്ഷൻ കൊറിയോഗ്രാഫിയും തമ്മിൽ നല്ല സിങ്ക് ആയിട്ടാണ് പോകുന്നത്. അതായത് സ്ക്രീനിലെ വില്ലനാണ് ഇടികൊള്ളുന്നത് എങ്കിലും അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ നെഞ്ചത്ത് അടിക്കുന്ന ഒരു ഫീലാണ് മ്യൂസിക് തരുന്നത്. അർജുൻ മാത്രമല്ല, നായകന്മാരാ മറ്റേ പ്രീതി മോഹനും അഭിരാമിലൊന്നും ഇടിയിലൊട്ടും പുറകോട്ടല്ല. ലോക സിനിമയിൽ കല്യാണി ആക്ഷൻ ചെയ്യുന്ന കണ്ട് നമ്മൾ ഞെട്ടിയിരുന്ന ഇത് ഫാമിലി മൊത്തം ആക്ഷൻ ചെയ്യുമ്പോൾ ഇതുവരെ കാണാത്തൊരു വൈബാണ്. പ്രീതി മോഹൻ ചെയ്യുന്ന മകൾ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു തമിഴ് മാസ് മസാല സിനിമയാണെങ്കിലും നല്ല തിരക്കഥയും എൻഗേജിങ് ആയിട്ടുള്ളൊരു ഫ്ലോയും പടത്തിലുണ്ട്. പല സീനുകളിൽ നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വില്ലന്മാർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പവർ കൊടുക്കാൻ പാടുമെന്ന് തോന്നും. പക്ഷേ ഇതൊന്നും ആ പടത്തിൻ്റെ ഒരു മൊത്തം വൈബിനെ കൊല്ലുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. വീട്ടിലും കാറിലും അടുക്കളയിലും ഒക്കെ വെച്ചുള്ള ആക്ഷൻ സീൻസ് വളരെ ഫ്രഷ് ആയിട്ട് തോന്നും. അഭിരാമിയുടെ ക്യാരക്ടറൊക്കെ എന്താണെന്ന് റിവീൽ ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് വളരെ നന്നായിട്ടത് ഗംഭീരമായിട്ട് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു സാരിയും ചുരിദാറും ഒക്കെ ഇട്ടൊരു തമിഴ് കൊറിയൻ പടം സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ ബ്ലാസ്റ്റിനെ പറയാം. പിന്നെ ആദ്യം പറഞ്ഞ ദൃശ്യ സിനിമയായിട്ടുള്ള ബന്ധം. ഇവിടെ ഒരു സാധാരണ കുടുംബമാണ് അപ്രതീക്ഷിതമായിട്ട് പ്രശ്നത്തിൽ പെടുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ദൃശ്യത്തിൽ ജോർജ് കുട്ടി ബുദ്ധി കൊണ്ടും ഒളിപ്പിച്ചും തെളിവ് നശിപ്പിച്ചും കളിച്ചപ്പോൾ ഇവിടെ ബ്ലാസ്റ്റിൽ രാജാരാമനും കുടുംബവും ഇടിച്ചും തകർത്തുമാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അവിടെ മറ്റേ എന്താണ് ഒളിപ്പിക്കൽ, ഇവിടെ ഇടിച്ചു പൊളിക്കൽ. ഇതാണ് ഈ പടത്തിൻ്റെ ഒരു ഫ്രഷ്നെസ്. ഏകദേശം 18 കോടിയോളം എന്തോ പടം ഇപ്പോൾ കളക്ട് ചെയ്തു. അതായത് മുടക്ക് മുതലിൻ്റെ ഇരട്ടിക്ക് അധികം വാരി കൂട്ടി. അത് ബ്ലോക്ക് ബസ്റ്റർ ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു നടൻ എന്ന നിലയിലും ഒരു താരം എന്ന നിലയിലും അർജുൻ്റെ ഒരു നല്ല ഗംഭീര കമ്പാക്കാണ്. ഇപ്പോൾ നിങ്ങളൊരു ആക്ഷൻ പടത്തിൻ്റെ ഫാൻ ആണെങ്കിൽ, അതുപോലെ പഴയ ആക്ഷൻ കിങ്ങിൻ്റെ തിരിച്ചു വരവ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടാവൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾക്ക് ബ്ലാസ്റ്റ് ഇഷ്ടപ്പെടും. ഈ പടത്തെക്കുറിച്ചുള്ള കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയുക. കൂടുതൽ സിനിമ ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.